അപ്പൊ ഞാൻ പറഞ്ഞത് ഖൽബിൽ അസൂയ ഉണ്ടാകാൻ പാടില്ല, ഖൽബിൽ കിബ്ർ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അവന്റെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോകാൻ പാടില്ല. പിന്നെ അവൻ എത്ര മൗലിദ് ഓതിയിട്ടും കാര്യമില്ല, എത്ര റാത്തീബ് ചൊല്ലിയിട്ടും കാര്യമില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. നബി തങ്ങളാ പറഞ്ഞത്, മൻ അഹ്ദസ, വല്ലവനും സുന്നത്ത് ജമാഅത്ത് വിട്ടാൽ, ഔ ആവാ മുഹ്ദിസൻ, അല്ലെങ്കിൽ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, ഒരു ബിദ്അത്തുകാരനെ പുത്തൻവാദിയെ വല്ലവനും കൂട്ടിപ്പിടിച്ചാൽ, അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്, മലക്കുകളുടെ ലഅനത്തുണ്ട്, സർവ്വജനങ്ങളുടെ ലഅനത്തുമുണ്ട്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദലാ. അവന്റെ ഒരു ഫർളും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചാലേ നിസ്കാരം സ്വീകരിക്കുള്ളൂ, നോമ്പ് സ്വീകരിക്കുള്ളൂ, സദഖ സ്വീകരിക്കുള്ളൂ, ഖുർആനോത്ത് സ്വീകരിക്കുള്ളൂ. മൗലിദും റാത്തീബും സദഖയും ഒന്നും സ്വീകരിക്കൂല. സുന്നത്ത് ജമാഅത്ത് വിട്ടാ സ്വീകരിക്കൂല. അതാണ് നബിതങ്ങളും പഠിപ്പിച്ചത്. ഹത്താ യർതദിഅ ലാ യഖ്ബലുല്ലാഹു അമലൽ മുബ്തദിഇ. പുത്തൻവാദിയുടെ അമൽ അല്ലാഹ് സ്വീകരിക്കൂല. ഹത്താ യർതദിഅ, അവൻ തിരിച്ചു വരുന്നത് വരെ. അപ്പൊ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഇല്ലെങ്കിൽ പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, നിസ്കരിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഉറച്ച സുന്നിയായി ജീവിക്കണം. ഈ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പഠിപ്പിക്കുന്ന സർവ്വ ഇമാമിങ്ങളെയും സുന്നിയല്ലെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ ശ്രമിച്ചിട്ടുണ്ട്. അതായിരുന്നു ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിന്റെ ബഹുമാനം പറഞ്ഞപ്പോ, അതാ ഇമാം ശാഫിഈ റാഫിളിയാണെന്ന് പറഞ്ഞു. റാഫിളി എന്ന് പറഞ്ഞാൽ ഷിയത്തിന്റെ ഷിയാക്കളെ കൂട്ടത്തിൽ കടുത്ത ഷിയാക്കളാണ്. അങ്ങനത്തെ ഒരാളാണ് ഇമാം ഷാഫി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷാഫി ഇമാം ചൊല്ലിയത്, അതേ ഇൻകാന റഫ്ദുൻ ഹുബ്ബു അലി മുഹമ്മദി ഫല്യസ്ഹദി ത്ഖലാനി അന്നി റാഫിളി. നബി കുടുംബത്തെ സ്നേഹിക്കുന്നത് അത് റാഫിലുകളുടെ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു റാഫിലിയാണെന്ന് വല്ലവനും പറഞ്ഞാൽ നിങ്ങളൊക്കെ പോയി പറഞ്ഞോളൂ, ഞാൻ റാഫിലിയാണെന്ന് പറഞ്ഞോളൂ, ഞാൻ നബിതങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിന്മാറൂല. ഓ സുഹൃത്തുക്കളെ, ഇതേതാ കാലം എന്നറിയോ നിങ്ങള്? ഇതിനു മുമ്പ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടുകയാണ്, വ്യാജത്തരീക്കത്തുകാരനാണ്. അവൻ പാട്ടുപാടുകയാണ്. എന്താ പാട്ടുപാടുന്നത്? നിങ്ങളെ പടച്ചവനാരാ? ഞങ്ങളെ പടച്ചവൻ മടവൂരാ. അങ്ങനെ പടച്ചവനാണ് മടവൂര് ശൈഖ് എന്ന് പറഞ്ഞിട്ട് പാട്ടുപാടുകയാണ്. ഇന്നാലില്ലാഹ് സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നലെയും മടവൂർ ശൈഖിന്റെ പേരിൽ ഫാത്തിഹ ഓതിയ സുന്നിയാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, മടവൂർ ശൈഖ് പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു, അതിൽ പറയുന്നത് എന്താണ്? അർശിന്റെ അധിപനും മടവൂരാണ്, മാലിക്കുൽ മുലൂക്കും മടവൂരാണ്. ഇന്നാലില്ലാഹ്. ഇത് ഏത് കള്ളത്തരീഖത്താണെന്നറിയോ? അതാ മുത്തലഖ്, ഇത്തിഹാദുൽ മുത്തലഖ് എന്ന് പറഞ്ഞൊരു വാദമുള്ള കുറെ കള്ളന്മാരുണ്ട്. ആ കള്ളത്തരീഖത്തിനെ സംബന്ധിച്ച് മഹാനായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദമായി പറയുന്നുണ്ട്. അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു. അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചപ്പോ ഇവന്റെ മറുപടി എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്. നീ ആരാണെന്ന് ചോദിച്ചാൽ നമ്മളെന്താ പറയാ? നമ്മളെ പേരും അറിയില്ലേ? ഇവന്റെ മറുപടി, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ്? മഹാനവറുകൾ പറയാണ്, ആരുമില്ല എൻ്റെ അടുത്ത്. ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നതാ. ഞാൻ ചോദിച്ചു, മന്നാന്താ, നീ ആരാ?
അവൻ പറഞ്ഞു അനല്ലാ, ഞാൻ അള്ളയാണ്. വന്ന ചങ്ങാതി പറയാണേ അനല്ലാ, ഞാൻ അള്ളയാണ്. ഫഖുൽതു ലഹു കഫർത യാ കൽബ്, നീ കാഫിറായി എന്ന് പറഞ്ഞു ഞാൻ അവനോട്. ഫഖാല, അപ്പൊ അവൻ ഉടനെ പറഞ്ഞു അനൽ കൽബ്, ഞാൻ ദേശാണ്, ഞാൻ കൽബാണ്. ഉടനെ ഇവൻ പറയാ വാന റസൂലുള്ള, ഞാൻ റസൂലുള്ളയാണ്. വാനൽ യഹൂദി, ഞാൻ യഹൂദിയാണ്. വാനൽ നസ്രാനി, ഞാൻ നസ്രാനിയാണ്. വാന തയ്യിബ്, ഞാൻ നല്ലോനാണ്. വാനൽ അദിറ, ഞാൻ വെറും കാഷ്ടാണ്. ഇവന് പറയാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടെയുള്ള ജഡ്ജിമാരെ മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു. പക്ഷെ അവൻ തെറ്റിക്കളഞ്ഞു, മൂടിക്കളഞ്ഞു. ഇതേതാ ജാതി? മഹാനവറുകൾ പറയാണ്, ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ്. എല്ലാം ഒന്ന് തന്നെയാണ്, അതാണ് കക്ഷി. അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ്? മാലിക്കുൽ മുലൂക്കും അർശിന്റെ അധിപനും അള്ളയൊക്കെ മടവൂരാണ് എന്നുള്ള വാദം. ഇത് ശരിയായ കുഫറാണ്. ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല. ഞാൻ വേദന പറയാം, ഇത് കുഫറാണെന്ന് പറയണ്ടേ ജനങ്ങളോട്? അത് പറയാൻ തയ്യാറാകുന്നില്ല. അതിനെ ന്യായീകരിക്കാൻ നടക്കാണ് കള്ളത്തരീക്കത്തുകാരൻ. മനുഷ്യന്മാരെ ഈമാൻ നശിപ്പിക്കുകയാണ്. ഈമാൻ പോയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് ഇവിടെ കാര്യം? ഓ സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനയാണ് ഇബ്നു അബിൽ ഹമായിൽ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത്. മുൻഗാമികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹീകളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ്. കാരണം ഈ വ്യാജന്മാർ ഈമാൻ നശിപ്പിക്കുന്നവരാണ്. അവര് മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ്. പടച്ചവന് കയ്യും കാലം ഉണ്ടെന്ന് പറയുന്നവരും, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് പറയുന്നവരും, അതുപോലെ തന്നെ ഇസ്തിഗാസ ചെയ്ത കാഫിറാണെന്ന് പറയുന്നവരും, അങ്ങനെ തുടങ്ങി ബർക്കത്തെടുത്ത കാഫിറാണെന്ന് പറയുന്നവരും, അങ്ങനെ തുടങ്ങിയിട്ട് പിഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ്. ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട്. ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ്. ഈമാന് പോയാൽ, സുന്നത്ത് ജമാഅത്ത് പോയാൽ നിങ്ങൾ എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ടും കാര്യമില്ല. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ലാ, അല്ലാഹു ഒന്നും സ്വീകരിക്കൂല. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണമെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. ഇതുപോലെ തന്നെ ശൈഖന്മാരെ ശൈഖായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളും പറയുന്നുണ്ട്. ജുനൈദുൽ ബഗ്ദാദിന്റെ അടുത്ത് വന്ന ചങ്ങാതി ഞാൻ അള്ളയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബ്ലീസാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ ഒരു രണ്ടാം നമ്പറാക്കി കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ചിലരുണ്ട്. അതും വേണ്ട, അതൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മുമ്പിൽ നടക്കൂല. മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖിഖീൻ അഹ്മദ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് സംസാരിച്ചത് പക്ഷപാതിത്വപരമായിട്ടാണെന്ന് നുഅ്മാനുൽ ആലൂസി എന്ന് പറയുന്ന ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞു. ആ നുഅ്മാനുൽ ആലൂസി ഒരു ഗ്രന്ഥം രചിച്ചു. ആ നുഅ്മാനുൽ ആലൂസിയെ ഗണ്ണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കുണ്ടോട്ടിയിൽ വെച്ച് എന്നോട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. അതുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കിതാബ് ഉദ്ധരിക്കുന്നതിന് പകരം ആ ആലൂസിയും കൂടി അംഗീകരിക്കുന്ന ഗ്രന്ഥമായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഗ്രന്ഥം ഉദ്ധരിച്ച് പറഞ്ഞു. പക്ഷേ എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നറിയാത്ത ചിലർ അത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതായി എനിക്കറിയാൻ കഴിഞ്ഞു. അതിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുകയാണ്. ആരും ഇബ്നു തൈമിയെ വെളുപ്പിക്കാൻ പോകണ്ട, കർപ്പിക്കാനും നമ്മൾ പോകുന്നില്ല. നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിച്ച് പറയുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ ഒരു കാര്യവും പറയാറില്ല. അത് റബ്ബ് നമുക്ക് തന്ന നിഅമത്താണ്. ഇമാമിങ്ങൾ പറഞ്ഞത് എടുത്തുദ്ധരിക്കുകയല്ലാതെ നമ്മളെ സ്വന്തം വകയിൽ തീരുമാനം പറയുന്ന
ഏർപ്പാട് നമുക്കൊരു കാലഘട്ടത്തിലുമില്ല. അപ്പോഴാണ് നമ്മൾ പണ്ഡിതന്മാരെ അംഗീകരിച്ചവരാകുന്നത്. ഞാൻ വലിയ വിവരമുള്ളവനാണെന്നൊരു ധാരണയോടെ നമ്മൾ സ്വന്തത്തിൽ പറയാൻ ഒരുങ്ങിയാൽ അത് പലപ്പോഴും അപകടം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇമാമിങ്ങളെ വാക്കെടുത്ത് ഉദ്ധരിച്ചാൽ നമുക്കതിന് ഉത്തരവാദിത്തമില്ലല്ലോ. അവരതിന് കഴിവുള്ള പണ്ഡിതന്മാരാണല്ലോ, അവര് പഠിച്ച് പറയുന്നവരാണല്ലോ, അവരത്രയും ശുദ്ധന്മാരാണല്ലോ. അതിനാൽ ഇമാമിങ്ങളെ പിന്തുടർന്നുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി അതാണ്. സുന്നത്ത് ജമാഅത്ത് വിട്ടുകൂടാ. വേറെയും കുറെ ആൾക്കാരുണ്ട്. സിദ്ദീഖ് ഖാൻ എന്നൊരു ഖാനുണ്ട്. അയാളും ഈ ശൗഖാനിയെയും ഇബ്നു തൈമിയൊക്കെ വെളുപ്പിക്കാൻ നടക്കുന്ന ആളാണ്. അയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, നിസ്കാരം ഖളായാൽ ഖളാ വീട്ടണ്ട. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? അതിനെന്താ കാരണം പറഞ്ഞത്? മനഃപൂർവ്വം ഖളാ വീട്ടണ്ട, അതേ സമയത്ത് മറന്നിട്ടാണേ ഖളാ വീട്ടണോ? വല്ലാത്ത വിവരം തന്നെ. ഒരാൾ ഒരു 10,000 രൂപ കടം വാങ്ങി കൊടുക്കാൻ മറന്നുപോയി, എന്നാ കൊടുക്കണം. മനഃപൂർവ്വം കൊടുത്തില്ലെങ്കിലോ പിന്നെ കൊടുക്കണമെന്നില്ല. നല്ല ന്യായല്ലേ, നല്ല ബുദ്ധിയല്ലേ? സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇസ്തിസ്ഖാർ എന്ന് പറയുന്ന കിതാബില് അതിനെ സംബന്ധിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുസ്ലിമീങ്ങളെ, നിസ്കാരം ഖളാകാതെ നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും നമ്മൾ ഖളാക്കാൻ പാടില്ല. അഥവാ ഒരു മനുഷ്യൻ മറന്നുപോയതിന്റെ പേരിലോ അല്ലെങ്കിൽ അറിയാതെ ഉറങ്ങിപ്പോയതിന്റെ പേരിലോ ഖളാ ആയിപ്പോയാൽ അവൻ കുറ്റക്കാരനല്ല. പക്ഷെ ഉറക്ക് തെളിഞ്ഞാൽ നമ്മളത് ഖളാ വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോ ഉറങ്ങിപ്പോകാതെ സുബ്ഹിന്റെ സമയത്ത് വിളിക്കുമെന്ന് ഏറ്റെടുത്തു സഹാബി. പക്ഷേ മഹാനവറുകൾ ഉറങ്ങിപ്പോയി. എല്ലാവരും ഉറങ്ങിപ്പോയി. സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഉറക്കം തെളിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉറക്കം തെളിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും കൂട്ടിയിട്ട് അവിടുന്ന് കുറച്ചകലേക്ക് പോയി. കാരണം ആ താഴ്വര ഒരു ശൈത്താനിന്റെ ശർറുള്ള താഴ്വരയാണ്. അവിടെ വെച്ചാണ് ഉറങ്ങിപ്പോയത്. അവിടുന്ന് കുറച്ചപ്പുറം പോയിട്ട് നിസ്കാരം ഖളാ വീട്ടിയത് സഹീഹുൽ ബുഖാരിയിൽ കാണാം.